നമസ്കാരം. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, നാസർ ബേപ്പൂർ. എൻ്റെ പേര് സിന്ധു. നാസർക്ക, ലോകത്തിലെ മഹത്തരമായ ബന്ധം എന്താണെന്നാണ് നാസർക്ക കരുതുന്നത്? ലോകത്തിലെ മഹത്തരമായ ബന്ധം സൗഹൃദം. അതെ, സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പേരുണ്ട്. ഏതാണ് ആ പേര്? കൂട്ടം. അതെ, മലയാളികൾക്ക് മാത്രമായ ഒരിടം, സ്നേഹിക്കാനും കലഹിക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കുവാനുമായി. നിരുപമമായ സ്നേഹത്തിന്റെ സംഘാതം, അതാണ് കൂട്ടം. കൂട്ടത്തിന്റെ ഈ വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാമായിട്ടുള്ള കൂട്ടത്തിന്റെ സാരഥി, കൂട്ടത്തിന്റെ ഡയറക്ടർ ശ്രീ NS ജ്യോതികുമാറിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ഷോൾ അണിയിക്കുന്നതിനായി ശ്രീ റൈമുവിനെയും ക്ഷണിക്കുന്നു. റൈമുവിനെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കൂട്ടത്തിന്റെ ആളുകൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. റൈമു, പ്ലീസ്. താങ്ക് യു. സ്വാഗത ഭാഷണത്തിനായി ശ്രീ NS ജ്യോതികുമാറിനെ ക്ഷണിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂട്ടം മറ്റൊരു ഇന്റർനെറ്റ് സൈറ്റ് അല്ല. അത് കേവലമായ ഒരു സൗഹൃദ സൈറ്റുമല്ല. അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യനെ തൊട്ടറിയുന്ന, മലയാളിയെ തൊട്ടറിയുന്ന ഒരു വലിയ സൗഹൃദത്തിന്റെ ചങ്ങലയാണ്. കരളുകൾ കൂട്ടിക്കെട്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് ഈ സ്നേഹമുള്ള നിങ്ങളൊക്കെ ഉള്ള കാലത്തോളം കൂട്ടം ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും. പേരെടുത്ത് സ്വാഗതം പറയുന്നില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി പേർ എത്തിയിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു പരിപാടിയാണ്. ഞങ്ങൾ ഈ മികച്ച മലയാളി എന്ന പരിപാടിയിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചതും അങ്ങനെയുള്ളവരെയാണ്. അധികം മാധ്യമ പരിലാളനകൾ കിട്ടാതെ മാനവികതയ്ക്ക് വേണ്ടി, മനുഷ്യ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന കുറേ നല്ല മനുഷ്യരെ, അങ്ങനെ സ്നേഹസമ്പന്നരായ ആ നല്ല മനുഷ്യരെ ഞങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് ആശംസകൾ നേരാൻ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയത് എക്കാലത്തും, പ്രത്യേകിച്ചും ഇത് തുടങ്ങിയ എൻ്റെയും ജയമോഹൻ്റെയും എക്കാലത്തെയും ആത്മമിത്രമായ ശ്രീ കുരീപ്പുഴ ശ്രീകുമാറാണ്. ഒരു വാക്ക് അദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പണ്ട് 17 വയസ്സിൽ മറ്റു പല സാഹസികതകളുടെയും ഭാഗമായി സംയാനം എന്നൊരു ചെറിയ മാസിക ഞാനും ജയമോഹനും കൂടി ചേർന്ന് നടത്തിയിരുന്നു. ഒരു പ്രിന്റഡ് വേർഷൻ. അങ്ങനെയുള്ളൊരു മാസികയുടെ പ്രസക്തി തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു കാലത്ത് ഞങ്ങൾക്ക് ആദ്യമായി കവിത തന്ന ഒരു വലിയ കവി, അന്നത്തെ ഒരു വലിയ കവി കുരീപ്പുഴ ശ്രീകുമാറായിരുന്നു. മാത്രമല്ല, കവിതയ്ക്ക് തേടി ഞങ്ങൾ തിരുവനന്തപുരത്ത് മറ്റു പല ആവശ്യത്തിന് ചെല്ലുമ്പോഴും അദ്ദേഹം ഞങ്ങൾക്ക് പബ്ലിക് ലൈബ്രറിയുടെ പുറകിൽ നിന്ന് പരിപ്പൂടിയും ചായയും വാങ്ങിത്തു. ഞാനിവിടെ തമാശ കാണിക്കാനായി കൊണ്ടുപോയി അവക്കാഡോയും അനാറും ജ്യൂസ് കുടിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ആ പരിപ്പുവടയുടെയും ചായയുടെയും രുചി ഈ എൻ്റെ ഇന്നത്തെ അവക്കാഡോയ്ക്കും അനാറിനുമുണ്ടെന്ന്. അങ്ങനെ പരിപ്പുവട തന്നും ചായ തന്നും കവിത തന്നും ഞങ്ങളെ ഇഷ്ടപ്പെട്ട, ഞങ്ങളെ സ്നേഹിച്ച ശ്രീകുമാരേട്ടനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത മികച്ച കൂട്ടം മലയാളികളായി തെരഞ്ഞെടുത്ത ഞങ്ങളുടെ ആത്മമിത്രങ്ങളെ, ചങ്ങാതിമാരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഓരോ കൂട്ടം കുടുംബാംഗത്തിനും, അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ എത്തിയ സുഹൃത്തുക്കൾക്കും എല്ലാം സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അടുത്തതായി മലയാളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മയായ കൂട്ടത്തിൻ്റെ മികച്ച മലയാളി 2010 ഔപചാരികമായ ഉദ്ഘാടനത്തിനായി കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കുരീപ്പുഴ ശ്രീകുമാറിനെ കൂട്ടം ഷാൾ അണിയിക്കുന്നതിനായി കൂട്ടം സുഹൃത്തായ ഷാഫിയെ ക്ഷണിക്കുന്നു. കൈരളിയുടെ കൈവല്യമായ കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഉദ്ഘാടന ഭാഷണം കേൾക്കുവാൻ വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. ആ അസുലഭമായ മുഹൂർത്തത്തിലേക്ക് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. എൻ്റെ വിനീതമായ നമസ്കാരം.
വലിയ സ്വപ്നങ്ങൾ കാണുവാൻ നമ്മൾ മലയാളികൾ എന്നും മുൻപന്തിയിലായിരുന്നു. ലോകത്ത് ആരും സ്വപ്നം കാണുന്നതിന് മുൻപ് മഹാബലി എന്ന വലിയ ഒരു മിത്തിനെ സ്വന്തമാക്കിയവരാണ് നമ്മൾ. ഒരു ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉയർച്ച താഴ്ചകൾ ഇല്ലാതായിരുന്ന ഒരു കാലം, സമ്പന്നനും ദരിദ്രനും ഇല്ലാതിരുന്ന ഒരു കാലം, അതൊക്കെ ആദ്യമായി തന്നെ സ്വപ്നം കണ്ടവരാണ് നമ്മൾ മലയാളികൾ. ഈ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഹൃദ കൂട്ടായ്മയാണ് കൂട്ടം. എനിക്ക് നേരിട്ട് തന്നെ പരിചയമുള്ള ധാരാളം സന്ദർഭങ്ങൾ കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത് രമ്യ ആന്റണിയുടെ ശലഭായനം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതാണ്. ഒരു പാവം കുട്ടിക്കാലത്ത് തന്നെ പോളിയോ ബാധിച്ച് കാലുകൾക്ക് ചലനശേഷി ഇല്ലാതായ രമ്യ വളർന്നു വന്നപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ നേരിട്ട് വളർന്നു വന്ന ഈ കുട്ടി അർബുദ രോഗബാധിതയായി കിടക്കുമ്പോഴാണ് ഈ ശലഭായനം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അവർക്ക് സഞ്ചരിക്കുവാനുള്ളൊരു വാഹനം കൂട്ടം വാങ്ങിക്കൊടുത്തത് എനിക്കറിയാം. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും പുസ്തക പ്രസാദനത്തിന് വേണ്ടിയിട്ടും സാമ്പത്തിക സഹായം ചെയ്തത് എനിക്ക് അറിയാം. പക്ഷേ കൂടുതൽ കാലം ജീവിക്കാൻ രമ്യ ആന്റണിക്ക് കഴിഞ്ഞില്ല. രമ്യ വിട്ടുപോയി. അത് മനസ്സിലെ ഏറ്റവും വിങ്ങുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ വേദനകളിൽ നിന്നും ഒക്കെ മാറി കൂട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. മികച്ച മലയാളികൾ പൊതുവെ മികച്ച ആളുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മലയാളികളെ കൂട്ടം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് എനിക്കറിയില്ല. എങ്കിലും ഏറ്റവും ശരിയായ തിരഞ്ഞെടുപ്പാണ് ഇത് എന്ന് വളരെ വിശ്വാസ്യതയോടെ എനിക്ക് പറയുവാൻ കഴിയും. നമ്മളിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മലയാളിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ജെ ഗോപികൃഷ്ണനെയാണ്. ഗോപികൃഷ്ണനെ പോലുള്ള യുവ പത്രപ്രവർത്തകർക്ക് വേണ്ടി വാസ്തവത്തിൽ നമ്മുടെ അധികാരികൾ അഴിമതിയല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ പത്മ അവാർഡ് പോലെയുള്ള അവാർഡുകൾ, പുരസ്കാരങ്ങൾ കൊടുത്ത് രാജ്യം ആദരിക്കേണ്ട വ്യക്തിയാണ് യുവ പത്രപ്രവർത്തകനായ ജെ ഗോപികൃഷ്ണൻ. സാധാരണഗതിയിൽ പത്മ പുരസ്കാരങ്ങൾ സമ്പന്നന്മാർക്കും വലിയ കാര്യമൊന്നുമില്ലാത്ത സിനിമാക്കാർക്കും ഒക്കെ കൊടുത്ത് പാഴാക്കി കളയുമ്പോൾ എന്തിനാണ് ഈ പത്മ പുരസ്കാരം? നിരസിക്കാനല്ലാതെ എന്താണ് ഇതിനൊരു ഗുണം എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തു കൊണ്ടുവന്നത് ഗോപികൃഷ്ണനാണ്. അണ്ണാ ഹസാരെയുടെ സത്യാഗ്രഹത്തിന് ഇന്ത്യ മുഴുവൻ വലിയ പിന്തുണയുണ്ടായി. അതിൻ്റെ കാരണവും വാസ്തവത്തിൽ ഗോപികൃഷ്ണൻ്റെ ഈ പ്രവർത്തനമാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യ ഇങ്ങനെയായിപ്പോയല്ലോ എന്ന സങ്കടമാണ്. ആ സങ്കടം പുറത്തു കൊണ്ടുവന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മഹാനായ വലിയ മലയാളിയെയാണ് ഗോപികൃഷ്ണനെ. ആ ഗോപികൃഷ്ണനെയാണ് നമ്മളിന്ന് മികച്ച മലയാളിയെ തിരഞ്ഞെടുത്ത് ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ സുഹൃത്തായിരുന്നു ജയചന്ദ്ര സാറ്. നന്നായി കഥകൾ എഴുതുമായിരുന്ന അദ്ദേഹത്തെ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. മറ്റൊരു മികച്ച മലയാളിയായി തിരഞ്ഞെടുത്തുള്ളത് ടി.ഡി. രാമകൃഷ്ണനാണ്. എം മുകുന്ദൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകം ഓടിവരും. ഒ.വി. വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പേര് ഓർമ്മ വരും. എം.ടി. എന്ന പേര് കേൾക്കുമ്പോൾ കാലം എന്ന പേര് ഓർമ്മ വരും. ചങ്ങമ്പുഴ എന്ന് കേൾക്കുമ്പോൾ രമണൻ എന്ന പേര് ഓർമ്മ വരും. അതുപോലെ ടി.ഡി. രാമകൃഷ്ണൻ എന്ന പേര് കേട്ടാൽ ഉടൻ നമ്മുടെ മനസ്സിലേക്ക് ഒരു പുസ്തകം വരും, ഫ്രാൻസിസ് ടിക്കോര എന്ന പുസ്തകം. ഒറ്റ പുസ്തകം കൊണ്ട് തന്നെ മലയാളികളുടെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിച്ച, മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു വലിയ എഴുത്തുകാരനാണ് ടി.ഡി. രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണനെയാണ് പിന്നെ നമ്മൾ അഭിനന്ദിക്കുന്നത്. അടുത്തത് ഞരളത്ത് ഹരിഗോവിന്ദൻ. സോപാന സംഗീതമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. എന്തായിരുന്നു സോപാന സംഗീതം? സോപാന സംഗീതം മനുഷ്യർക്ക് കേൾക്കാനുള്ളത് ആയിരുന്നില്ല, അത് ദൈവങ്ങൾക്ക് മാത്രം കേൾക്കാനുള്ളത് ആയിരുന്നു. സോപാനം ദൈവത്തിൻ്റെ അടുത്ത സ്ഥലത്ത് നിന്ന് സോപാനം പാടി, ഈ ഗീതഗോവിന്ദത്തിലെ വരികൾ പാടി ദൈവത്തെ ഉണർത്തുകയും ഉറക്കുകയും ഒക്കെ ചെയ്യണം. അതാണ് സോപാന സംഗീതം. ആ സോപാന സംഗീതത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് വിപ്ലവകാരിയായ ഞരളത്ത് രാമപൊതുവാൾ, അദ്ദേഹത്തിൻ്റെ മകനാണ് ഹരിഗോവിന്ദൻ. ഏറ്റവും നന്നായി ശ്രദ്ധേയനായ ഈ ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്തതും അഭിമാനകരമായ ഒരു കാര്യമാണ്.